ഹലോ സ്നേഹം നിറഞ്ഞവരെ, പാതി നോമ്പിൻ്റെ ദിവസം മുതൽ നാം ദേവാലയത്തിൽ കണ്ടുവരുന്നതാണ് ഈ കുരിശ്. ഈ കുരിശിൻ്റെ യഥാർത്ഥ അർത്ഥം നാം മനസ്സിലാക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. കുരിശിൽ നാം പ്രത്യേകമായിട്ട് ചുംബിക്കുകയും നീർപ്പഞ്ഞി കയ്പുനീരിൽ മുക്കി നാം കുടിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. എന്താണ് കുരിശിൻ്റെ ധ്യാന വിഷയം? ദുഃഖവെള്ളിയാഴ്ചയുടെ പ്രധാന ധ്യാന വിഷയം എന്താണ്? അത് യഥാർത്ഥത്തിൽ ക്ഷമിക്കുന്ന സ്നേഹമാണ്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവനെയും തന്നോട് ചേർന്ന് നിൽക്കുന്നവനെയും ഒരേപോലെ ചേർത്ത് നിർത്തുന്ന കർത്താവ്, അവരോടെല്ലാം ക്ഷമിക്കുന്ന കർത്താവ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സോറി പറയാനും ഒരു എക്സ്ക്യൂസ് ചോദിക്കാനും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നതാണ് കുരിശ്. നമ്മോട് ദ്രോഹം ചെയ്യുന്നവരെയും നമുക്കെതിരെ നിൽക്കുന്നവരെയും ചേർത്ത് നിർത്താൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ് കുരിശിൻ്റെ സ്നേഹം. കുരിശിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് ധ്യാന വിഷയമാക്കാം. ആ ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നാം സാധിക്കുന്ന വിധത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.